അവർക്ക് അല്ലാഹു പവർ കൊടുക്കാനാണ്, അവർക്ക് അല്ലാഹു ദറജ കൊടുക്കാനാണ്, അവർക്ക് അല്ലാഹു ആഖിറത്തിലും ദുനിയാവിലും സ്ഥാനം കൊടുക്കാനാണ്, ആഖിറത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കാനാണ്, ദോഷങ്ങൾ പുറത്തു കൊടുക്കാനാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അതല്ലാതെ അവര് കുറവുള്ള ആളുകളായതുകൊണ്ടല്ല അല്ലാഹു രോഗം കൊണ്ട് അവരെ പരീക്ഷിക്കുന്നത്, അവർക്ക് ആഖിറത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട്, പലവരും ചിലപ്പോൾ രോഗം വരുമ്പോ എന്തേ ഞങ്ങൾക്കിങ്ങനെ രോഗം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയും എന്തേ നിനക്ക്, നീ മോശപ്പെട്ടത് കൊണ്ടായിരിക്കാം നിനക്കിങ്ങനെ രോഗം എന്ന നിലക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈമാനില്ലാത്ത സംസാരമാണ്, ദീൻ പഠിക്കാത്തത് കൊണ്ടാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ, എത്രത്തോളം മനസ്സ് വേദനിച്ചാൽ, ടെൻഷനായാൽ പോലും അല്ലാഹുവിൽ സബർ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന് ദോഷം പുറത്തു കൊടുക്കുന്നു, അല്ലാഹു അവന് സ്ഥാനം നൽകുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അതേ ശക്തമായ പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, മരണം കൊണ്ട്, കൃഷിനാശം കൊണ്ട്, സാമ്പത്തിക നഷ്ടം കൊണ്ട്, അങ്ങനെ പലതുകൊണ്ടും അല്ലാഹു മുഅ്മിനീങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയം അവർ അല്ലാഹുവിൽ തവക്കുലാക്കി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം എന്ന നിലക്ക് എത്രയോ അമ്പിയാക്കൾ കഷ്ടപ്പെട്ടു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ വിഷമം സഹിച്ച മറ്റ് നേതാവുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം മുടക്കി, അതേ വർഷങ്ങളോളം ഭക്ഷണം കഴിക്കാനില്ല. ശത്രുക്കളുടെ ഏറ് കൊണ്ടിട്ട് ശരീരം പൊട്ടി ബ്ലഡ് ഒഴുകിപ്പോയി. ശാരീരികമായും മാനസികമായും തളർന്നു. നാട്ടുകാരൊറ്റപ്പെടുത്തി, കുടുംബക്കാരൊറ്റപ്പെടുത്തി, നാട് കടത്തി, വെള്ളം മുടക്കി, അന്നം മുടക്കി, കൊല ചെയ്യാൻ ഗൂഢാലോചനകൾ നടത്തി. അർഹമുർ-റഹീമായ റബ്ബിന്റെ ദീൻ പ്രചരിപ്പിച്ച കാരണം തങ്ങളെ ഏതെല്ലാം നിലക്ക് പലതും പറയാൻ തുടങ്ങി. ആരോപണങ്ങളും കുപ്രചരണങ്ങളും അതേ പലതും തങ്ങളെപ്പറ്റി പ്രചരിക്കാൻ തുടങ്ങി. മാനസികമായി തളർന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോൾ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അതാ പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കിയിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഓ നബിയേ, തങ്ങൾ വിഷമിക്കണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ശത്രുക്കൾ തങ്ങളെപ്പറ്റി എന്തു പറഞ്ഞു വരുത്തിയാലും അവരുടെ ഉള്ളിലിരിപ്പ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനറിയാം. അതുകൊണ്ട് തങ്ങളെ ഹക്കിന്റെ പാതയിലങ്ങ് മുന്നോട്ട് പോയിക്കോ. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ജയിലറയാണ് ദുനിയാവ്. മുഅ്മിനീങ്ങളുടെ പരീക്ഷണ സ്ഥലമാണ് ദുനിയാവ്. അതേസമയം മുഅ്മിനീങ്ങളുടെ സന്തോഷ സ്ഥലം അത് ആഖിറമാകുന്ന സ്വർഗത്തിലാണ് കേട്ടോ. അത് ഖുർആൻ വഅദ ചെയ്ത സ്വർഗമാണ് കേട്ടോ. ദുനിയാവിന് നിലനിൽപ്പില്ല.
മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ സബ്ർ ചെയ്ത് ആ സബ്ർ നിലക്ക് അവർ നീങ്ങിക്കഴിഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പറയുന്നു വബശ്ശിരി സ്വാബിരീൻ, നബിയെ സബ്ർ ചെയ്യുന്ന ക്ഷമിക്കുന്ന ആളുകൾക്ക് തങ്ങൾ സന്തോഷം പറഞ്ഞോ, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോ, അവർക്ക് സ്വർഗത്തിലെ സന്തോഷം കൈമാറിക്കോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു തുടർന്ന് പറയുന്നു അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ, അവർക്കൊരു വിഷമമെത്തിയാൽ, ഒരു ബുദ്ധിമുട്ടെത്തിയാൽ, ഒരു രോഗമെത്തിയാൽ, ഒരു ഞെരുക്കമെത്തിയാൽ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കെന്താണ്? അത് ശാപവാക്കുകളല്ല, മറ്റ് പഴിചാരിയ സംസാരങ്ങളല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിന് വേണ്ടിയല്ലേ, ആ റബ്ബിലേക്കല്ലേ നമ്മുടെ മടക്കം. അതല്ലേ 5 വക്ത നമസ്കാരവും അതേ ദുആഉൽ ഇഫ്തിതാഹിൽ നാം പറയുന്നു ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും അങ്ങനെ തുടങ്ങി സർവവും അർഹമുർ റഹീമായ റബ്ബിനാണെന്ന് 5 വക്ത നമസ്കാരത്തിൽ പറയുന്ന മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിലേത് രോഗം വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ആശങ്കപ്പെടാനില്ല, അതേ സങ്കടപ്പെടാനില്ല. അതിന്റെ പേരിൽ മറ്റുള്ള ആളുകൾ അവരെ കുറ്റപ്പെടുത്താനും പാടില്ല. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളാണ് കേട്ടോ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. ദുനിയാവിൽ എത്ര സ്ഥാനമുണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ഏത് ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ പറയട്ടെ, വലിയ വലിയ ആലിഫീങ്ങൾ, അല്ലാഹുവിനെ അറിഞ്ഞ മഹാന്മാർ, അവർ ലോകത്തോട് പറഞ്ഞത് എന്താണ്? ദുനിയാവിനെ അവർ വില വെച്ചിട്ടില്ല. അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒരു സ്വാധീനത്തിനും നിലനിൽപ്പില്ല. എല്ലാം ശ്വാസമടങ്ങിയാൽ എല്ലാം നഷ്ടപ്പെടുന്നു. അതേ സമയം നഷ്ടപ്പെടാത്ത ഒന്ന് വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, നഷ്ടപ്പെടാത്ത ലോകം അത് പാരത്രിക ലോകമാണ്. അത് ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ പളപളപ്പിൽ അല്ലാഹുവിനെ മറന്ന് അതേ ഈമാനില്ലാത്ത നിലയ്ക്ക് ജീവിക്കണ്ട. ഓ മുസ്ലിമീങ്ങളെ, കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുക്കുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല, ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല. അതേ, ഒരു സിനിമയും വേണ്ട, സീരിയൽ വേണ്ട, ഒരു മാപ്പിളപ്പാട്ട് വേണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, കള്ളന്റെ അടിമയാകണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. അത്തരം ഉപയോഗങ്ങൾ, ലഹരി ഉപയോഗം മുഴുവനും അത് പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമാ അലിംതും അന്ന ശുർബൽ ഖംരി യുളിബുൽ ജബ്ബാർ. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് കക്ഷികളില്ല. അതുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഇത് വ്യഭിചാരം വർദ്ധിച്ച ലോകമാണ്. വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റുകളും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തുന്ന വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടമാണ് ഇത്. ഖിയാമത്തിന്റെ അടുത്ത
സമയമാണ് കേട്ടോ. പാവങ്ങളെ മനസ്സ് വിഷമിപ്പിക്കണ്ട, പാവപ്പെട്ട രോഗികളെ മനസ്സ് വേദനിപ്പിക്കണ്ട. അത്തരം പാവങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരെ അല്ലാഹുവിന് അതാ തൃപ്തിയില്ല, അവരെ റസൂലുള്ള അടുപ്പിക്കില്ല. വിഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷം പകരാൻ, അവർക്ക് ആശ്വാസം പകരാൻ, അവർക്ക് സാന്ത്വനം നൽകാൻ, അവർക്ക് ആവുന്നതുപോലെ ഖൈറ് ചെയ്യാൻ അവരെ പ്രയാസപ്പെടുത്തുന്ന വാക്ക് അത് നമ്മുടെ ആഖിറത്തെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ ഈമാന് കോട്ടം സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് തൃപ്തിപ്പെട്ട പരിശുദ്ധ മതമാകുന്ന, പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചിട്ട് അവസാന കാലഘട്ടം വരുമ്പോൾ ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയും. തങ്ങൾ പറഞ്ഞു കുല്ലഹും ഫിന്നാർ ഇല്ലാ മില്ലത്തും വാഹിദ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. ആ സമയം സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുന്നു, ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയം മഹാന്മാരായ അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം, അത് സ്വഹാബത്തിലൂടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരിലൂടെ വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെ, ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് മുജാഹിദല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയല്ല, അത് തബ്ലീഗ് ജമാഅത്തല്ല, അത് സലഫിയല്ല, അത് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും, അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് മാത്രം പറഞ്ഞ്, ഓ മുസ്ലിമീങ്ങളെ, ഹറാമ് മുഴുവനും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ച് പകരം ഖൽബിൽ നിറക്കൂ. ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ ഖൽബിൽ അതാ നിറച്ചു കഴിഞ്ഞാൽ, ആ ഹബീബ് ഖൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഈ മജ്ലിസ് അതാ സമയം വൈകിയത് കൊണ്ട് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഇവിടെ ഈ നാട്ടുകാരായ മുഅ്മിനീങ്ങൾ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഹദിയ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണ മോതിരങ്ങളും സ്വർണ്ണ കമ്മലും ഉൾപ്പെടെ ധാരാളം ആഭരണങ്ങളും സമ്പത്തും ക്യാഷും ഈ മഹത്തായ മജ്ലിസിലേക്ക് സ്വതക്കയായി നൽകിയവരുണ്ട്. അല്ലാഹുവേ, മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, 10,000-കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ മാസം ഒക്ടോബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് നാളെയാണ് വെട്ടിച്ചിറ മജ്മഅൽ നടക്കുന്ന ബദർ മജ്ലിസ്. നിങ്ങൾ സൗകര്യപ്പെടുന്നവർ വരണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് മജ്ലിസ് പൂർത്തിയാക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് അടുത്തു വന്ന്. ധാരാളം രോഗികളും വിഷമങ്ങളും പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. മുഴുവൻ ആളുകൾക്കും ദ്വാരക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ധാരാളം സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഈ സദസ്സ് തന്നെ സംഘടിപ്പിക്കപ്പെട്ടത് വനിതാ വിജ്ഞാന പഠന വേദി ഇവിടെ മാസത്തിൽ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കീഴിലായിട്ട് അവരുടെ ഒക്കെ നിർബന്ധം കാരണമാണ് നമ്മുടെ ഇവിടെയുള്ള സംഘാടകർ ഇങ്ങനെ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇന്ന് പരിഷ്കാരം വർദ്ധിച്ച കാലഘട്ടം. അതുകൂടെ പറഞ്ഞു ദ്വായിലേക്ക് കിടക്കുക. നിങ്ങൾ ഫാൻസിയുടെ പിറകിലോടിയിട്ട് പരിഷ്കാരികളായിട്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിൽക്കും. മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന അവസ്ഥ വർദ്ധിച്ചു കാണുന്നു. സ്കൂളിൽ പഠിക്കുന്ന വളർന്നു വരുന്ന മക്കളെ പോലും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ആ നിലക്ക് മോശപ്പെടുത്തുന്നു. ഞാൻ പറയുന്നു, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരൊറ്റ മുസ്ലിം സഹോദരിമാർക്കും ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും ഖുർആൻ അംഗീകരിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ